പിള്ളേരെ എല്ലാവർക്കും സ്വാഗതം. എൻ്റെ കയ്യിലുള്ളത് OnePlus 11. അപ്പോൾ OnePlus 11ഉം 11R ഇറങ്ങിയ കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം. ആൻഡ് ഫൈനലി ഒരു ലോങ് ടേം OnePlus യൂസർ അല്ലെങ്കിൽ ഒരു ലോങ് ടേം ഒരു OnePlus ഫോൺ റിവ്യൂ ചെയ്ത ആളെന്ന നിലയ്ക്ക് ഞാൻ ഇതിൻ്റെ റിവ്യൂ പറയാണ്. ഞാൻ ആക്ച്വലി OnePlus 6 മുതൽ റിവ്യൂ ചെയ്യാൻ തുടങ്ങിയതാണ്. ലാസ്റ്റ് ഇയർ ഇറങ്ങിയിട്ടുള്ള 10 Proയും നമ്മൾ ചെയ്തിരുന്നു. 10 Proയുടെ റിവ്യൂ വരാത്തതിൻ്റെ കാരണങ്ങൾ കുറേ പേര് ചോദിച്ചിരുന്നു. അതെല്ലാം നമുക്ക് പിന്നെ ഡിസ്കസ് ചെയ്യാം. OnePlus 11 വെർത്ത് ആണോ? OnePlus 11 അല്ലെങ്കിൽ OnePlusൻ്റെ ഒരു കംബാക്ക് ആണോ? OnePlus 11 എന്ന ഫോണ് നമ്മുടെ ലാസ്റ്റ് ഇയർ പോലെ തന്നെ ഡിസപ്പോയിൻറ്റിംഗ് ആണോ എന്നുള്ളതെല്ലാം നമ്മൾ ഇതിനകത്ത് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഇതൊരു ഫസ്റ്റ് ഇംപ്രഷൻ ആണ്. ഇതിൻ്റെ അകത്ത് ഞാൻ സ്ക്രിപ്റ്റഡ് ആയിട്ടുള്ളൊരു വീഡിയോ അല്ല. ഇത് എനിക്ക് ഇത്രയും നാൾ യൂസ് ചെയ്തത് വെച്ചിട്ട് എനിക്ക് കുറേ കാര്യങ്ങൾ പറയണം. അത് വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് പറയണം. ഇപ്പോൾ നിങ്ങൾ OnePlus ഫോൺ വാങ്ങാനിരിക്കുന്നുണ്ടെങ്കിൽ മസ്റ്റായിട്ട് കണ്ടിരിക്കേണ്ട വീഡിയോ ആണ്. ഒന്നാമത്തത് ഇതിൻ്റെ ഡിസ്പ്ലേ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. 6.7 ഇഞ്ചിൻ്റെ ഒരു ഫ്ലൂയിഡ് OLED ഡിസ്പ്ലേ ആണ് വന്നിട്ടുള്ളത്. അത് OnePlus കൊടുത്തിട്ടുള്ളത്. ഈ ഫോണിൻ്റെ പ്രൈസിങ് നമുക്ക് എല്ലാവർക്കും അറിയാം, 59,999 രൂപയാണ് സ്റ്റാർട്ടിങ്. ആൻഡ് പ്രോസസ്സറായിട്ട് ഇതിനകത്ത് OnePlus കൊടുത്തിട്ടുള്ളത് സ്നാപ്ഡ്രാഗൺ 8 Gen 2 ആണ്. 16 GB റാം, 256 GB ഇന്റർണൽ സ്റ്റോറേജ് ആണ് എൻ്റെ കയ്യിലിരിക്കുന്ന ഈ ഒരു വേരിയന്റിന്. ഈ 16 GB കൂടെ ഒരു 4 GB നിങ്ങൾക്ക് എക്സ്ട്രാ ആഡ് ചെയ്യാനും പറ്റും. റാം, വിർച്വൽ റാം 4 GB ഉണ്ട്. അപ്പോൾ മൊത്തത്തിൽ 20 GB റാമും 256 GB ഇന്റർണൽ സ്റ്റോറേജും. ഇനി ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയത് നമുക്ക് ക്യാമറ വന്നിട്ട് ഹാസൽബ്ലാഡിന്റെ ഒരു കൊളാബറേഷനോട് കൂടി 50 MP+, 48 MP+, 32 MP ഒരു ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പും ഫ്രണ്ടിലായിട്ട് ഒരു 16 MP ഒരു സെൽഫി ഷൂട്ടറുമാണ്. 5000 mAh ബാറ്ററി. അപ്പോൾ ബേസിക് ആയിട്ടുള്ള ഇൻഫർമേഷൻ ഒക്കെ നിങ്ങൾ അറിഞ്ഞില്ലേ? ഇനി ഞാൻ നിങ്ങളൊരു ചെറിയൊരു സ്റ്റോറി കൊണ്ടുപോകാം. OnePlus 6ഉം 6Tയും ഇറങ്ങിക്കഴിഞ്ഞിട്ട് OnePlus 7 ഇറക്കി. 7ന് ശേഷം 70 ഇറക്കി. ഈ OnePlus 70 എന്ന് പറയുന്നത് ലൈക്ക് എന്താ പറയട്ടെ, അത്രയും നാൾ OnePlus ഇറക്കിയ ഫോണിൽ നിന്ന് ഡിഫറെൻ്റ് ആയിട്ടൊരു ക്യാമറ മോഡ്യൂൾ കൊണ്ടുവന്നിട്ടുള്ളൊരു ഡിസൈനാണ്. കാര്യം ഒരു റൗണ്ടഡ് ക്യാമറ മോഡ്യൂൾ. അത് തന്നെയാണ് നമുക്ക് OnePlus 11 അകത്തും വന്നിട്ടുള്ളത്. 7Tയിൽ വന്ന അതേ ഒരു ഡിസൈൻ. ഫിസിക്കലി നോക്കുന്ന സമയത്ത് നമ്മുടെ 10Tയിൽ അവരെടുത്ത് തൂക്കിക്കളഞ്ഞ ആ ഒരു ടോഗിൾ ബട്ടൺ കൊണ്ടുവന്നിട്ടുണ്ട്. ദാറ്റ് ഈസ് സോ കൺവീനിയൻറ്റ്. കാര്യം ലൈക്ക് പെട്ടെന്ന് നമുക്ക് ഫോൺ സൈലൻ്റ് ആക്കണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ മേളിലേക്ക് ആക്കിയാൽ മതി, സൗണ്ട് ആക്കണമെന്നുണ്ടെങ്കിൽ ഇതിലേക്ക് താഴേക്ക് ആക്കിയാൽ മതി. അടിപൊളിയാണ്. അത് ഐഫോണിലുള്ള ഫീച്ചറാണ്. ഇതിനകത്ത് ഭയങ്കര ഹാൻഡിയാണ്. പിന്നെ നമ്മൾ ബോട്ടം സൈഡ് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ സിം ട്രേ, ടൈപ്പ് സി, അതുപോലെ തന്നെ നമ്മുടെ സ്പീക്കർ വെൻസ്, ലെഫ്റ്റ് സൈഡിലായിട്ട് വോളിയം റോക്കർ, ടോപ്പ് സൈഡിലായിട്ട് മൈക്രോഫോൺ, ബാക്കിലായിട്ട് നമ്മുടെ ആ ഒരു OnePlusൻ്റെ ലോഗോ ഉണ്ട്. എൻ്റെ കയ്യിലിരിക്കുന്നത് ആ ബ്ലാക്ക് കളറാണ്. ശരിക്കും പറഞ്ഞാൽ ഈ ഒരു സാധനമാണ് കാണാൻ ഇത്തിരിയെങ്കിലും മെനയുള്ളത്. കുറച്ചൊരു പ്രീമിയം, ഒരു ഭയങ്കര പ്രീമിയം ലുക്കായി ഫോണ്, ഈ കളർ, ബ്ലാക്ക് കളർ. പക്ഷെ ഒരു പ്രശ്നമുള്ളത്, ഇതൊരു ഇക്ലി ആവുന്ന മെറ്റീരിയലാണ്. ഭയങ്കരമായിട്ട് ഇക്ലി ആവും. നിങ്ങളുടെ കൈ ഇങ്ങനെ ചില ഫോണുകളുടെ ബാക്കിൽ തൊടൊപ്പം ഇക്ലി ആവുന്ന ഫീൽ ഉണ്ടെങ്കിൽ ഒരിക്കലും ഞാൻ റെക്കമെൻഡ് ചെയ്യില്ല. എനിക്കിത് ഭയങ്കര അൺകംഫർട്ടബിൾ ആണ് യൂസ് ചെയ്യാനായിട്ട്. ഒരു ബാക്ക് കവർ യൂസ് ചെയ്തിട്ടാണ് പൊതുവേ ഞാൻ യൂസ് ചെയ്യുന്നത്. എന്നാലേ പിടിക്കാനായിട്ടൊരു സുഖമുള്ളൂ. അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് നമുക്ക് ഇക്ലി ആവും. അതെനിക്ക് ഭയങ്കര ഇറിറ്റേറ്റിംഗ് ആണ്. ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇതിന് മുന്നേ. 10 Proയിൽ എങ്ങനെ ഉണ്ടായിരുന്നു അതിൻ്റെ ഡബിൾ ആയിട്ട് ഇതിനകത്ത് വന്നിട്ടുണ്ട്. എനിക്കാണെങ്കിൽ പല്ലൊക്കെ പൊളിക്കും. ഇനി മെയിൻ ആയിട്ടുള്ള കാര്യം, കമ്മിങ് ടു ദ ഡിസ്പ്ലേ ഇസ് സോ ഗുഡ്. 120 Hz റിഫ്രഷ് ആയിട്ടുള്ള ഡിസ്പ്ലേ. ഇത് ഓക്സിജൻ ഓയിസ് ഒന്നും അല്ല കേട്ടോ. ഓക്സിജൻ ഓയിസ് എന്നൊക്കെ വിളിക്കാം, പക്ഷെ കളർ ഓയിസ് ആണ്. പക്ഷേ എന്ത് പറയട്ടെ, ഡിസ്പ്ലേ നന്നായിട്ടുണ്ട്. കളർ കാലിബ്രേഷൻ, കഴിഞ്ഞ വട്ടം ഞാൻ ഒരുപാട് കംപ്ലൈൻറ്റ് ചെയ്തതാണ് കളർ കാലിബ്രേഷൻ. ഈ വട്ടം അവർ കളർ കാലിബ്രേഷൻ ഭയങ്കരമായിട്ട് സെറ്റാക്കിയിട്ടുണ്ട്. അതായത് നമുക്ക് ഇപ്പോൾ ഫോൺ ഇങ്ങനെ ഓപ്പൺ ആക്കുന്ന സമയത്ത് ഡിസ്പ്ലേ ഇതിനകത്തൊരു ചെറിയൊരു കർവും കൂടി കൊടുത്തിട്ടുള്ളത് കൊണ്ട് ഒരു എക്സ്ട്രാ പ്രീമിയം ഫീൽ നമ്മുടെ കയ്യിൽ പിടിക്കപ്പെടുന്നുണ്ട്. അതായത് നമ്മളിങ്ങനെ ജസ്റ്റ് ഫോൺ ഇങ്ങനെ കയ്യിലെടുത്തു, മേളിലേക്ക് സ്ക്രോൾ ചെയ്തു, അപ്പോൾ ഇത് ഇങ്ങനെ ആ ഒരു റിഫ്ലക്ഷനൊക്കെ വെച്ച് ഈ സൈഡിൽ എങ്ങനെ ചെറുതായിട്ട് കർവ് ചെയ്തൊക്കെ ഇരിക്കുന്നത് എന്ത് ലുക്കാണെന്നറിയാമോ? ലൈക്ക് നമ്മൾ വേറൊരു ഫോണുമായിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ രണ്ടിൻ്റെയും ഡിസ്പ്ലേ ഓൺ ആക്കി കഴിഞ്ഞാൽ ഇത് അടിപൊളിയാണ്. അടിപൊളി എന്ന് വെച്ചാൽ അടിപൊളിയായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ലൈക്ക് കളറൊക്കെ കുറച്ച് പഞ്ചായിട്ട് എടുത്ത് നിൽക്കുന്നുണ്ട് എന്നുള്ളത് ഒന്നാമത്തെ കാര്യം. ഇനി ഏറ്റവും മെയിനായിട്ട് വരുന്നത് ഇതിൻ്റെ എനിക്കിഷ്ടപ്പെട്ട ഒരു കാര്യം, ഇതിൻ്റെ സ്പീക്കേഴ്സ് കൊള്ളാം. ഞാനൊരു സാമ്പിൾ കാണിച്ചു തരാം. സ്റ്റീരിയോ സ്പീക്കേഴ്സാണ് വരുന്നത്. ശരിക്കും അടിപൊളി. നല്ല ടോൺ ക്വാളിറ്റിയും നല്ല ഒരു ഫീൽ, പൊളി. ശരിക്കും പറയാമല്ലോ, ഉള്ളത് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല സ്റ്റീരിയോ സ്പീക്കേഴ്സാണ്. എനിക്കങ്ങ് ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞാൽ ഇഷ്ടപ്പെട്ടു. ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിൻ്റ് ആണ്. നല്ല ഫാസ്റ്റായിട്ട് തന്നെ ഉണ്ട്. നമ്മൾ ലൈക്ക് അൺലോക്ക് ചെയ്യുന്ന സമയത്തെല്ലാം
നല്ല ഫാസ്റ്റായിട്ട് തന്നെ അൺലോക്ക് ആവുന്നുണ്ട്. പിന്നെ ഓക്സിജൻ OIS 13.0 ആണ് ഇതിനകത്ത് വരുന്നത്, കുഴപ്പമില്ലാന്ന് പറയാം. ഇനി ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്യാമറയുടെ കാര്യത്തിൽ അവർ വല്ലാണ്ടങ്ങ് ഇമ്പ്രൂവ് ചെയ്തു എന്ന് പറഞ്ഞാൽ വല്ലാണ്ടങ്ങ് ഇമ്പ്രൂവ് ചെയ്തു. ഡീറ്റെയിൽസ് ഒക്കെ ഭയങ്കര നന്നായിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. ആൻഡ് ഏറ്റവും എടുത്ത് പറയേണ്ടത് സ്കിൻ ടോണിൻ്റെ കാര്യത്തിൽ അവർ നന്നായിട്ട് ഇമ്പ്രൂവ് ചെയ്തു. സെൽഫിയിലൊക്കെ ആ ഒരു എല്ലാ ആളുകളുടെയും ഇപ്പോൾ ഒരു ഗ്രൂപ്പ് ഓഫ് ഒരു 4-5 പേരൊക്കെ ഇരിക്കുന്ന സെൽഫി നോക്കിക്കഴിഞ്ഞാൽ എല്ലാവരുടെയും സ്കിൻ ടോൺ ഭയങ്കര നാച്ചുറലായിട്ട് ഭയങ്കര നല്ല സ്കിൻ ടോൺ ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തു. ഇനി ബാക്കിയുള്ള ഫോട്ടോസ് നോക്കിക്കഴിഞ്ഞാൽ ഡീറ്റെയിൽസിൻ്റെ കാര്യം എടുത്ത് തന്നെ പറയണം. നല്ല ഡീറ്റെയിൽസ് കൊണ്ടുവരുന്നത് സൂപ്പർ ഗുഡ് ഡീറ്റെയിൽസ് കൊണ്ടുവരുന്നുണ്ട്. കളേഴ്സ് ഒരുപാട് ഓവർ സാച്ചുറേറ്റഡും അല്ല, എന്നാൽ ഒരുപാട് അണ്ടർ സാച്ചുറേറ്റഡും അല്ല. നല്ല ലെവൽ അവർ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. OnePlus 10 Pro ആയിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് OnePlus 11ന്റെ ക്യാമറ ഒരു രക്ഷയില്ലാന്ന് തന്നെ പറയേണ്ടി വരും. ഇനി സെൽഫിയുടെ കാര്യമായാലും തരക്കേടില്ലാത്ത ഇത് ഞാൻ ഒരു ഫസ്റ്റ് ഇംപ്രഷൻ ആണ് കേട്ടോ പറയുന്നത്. എൻ്റെ കയ്യിൽ ഇത് വന്നിട്ടേ ഉള്ളൂ. അതേപോലെ തന്നെ ഇതിൻ്റെ കൂടെ 11R കൂടി നമുക്ക് റിവ്യൂ ചെയ്യേണ്ടതായിട്ടുള്ളത് കൊണ്ട് തന്നെ അപ്പോൾ ആ ഒരു പ്രോസസ്സിൽ എല്ലാ ഫോണും ചെയ്യണം എന്നുള്ളത് കൊണ്ട് ഒരുപാട് അങ്ങ് ഇതിനകത്ത് ഇൻവോൾവ് ചെയ്യാൻ പറ്റിയില്ല. ഇനി പെർഫോമൻസിൻ്റെ കാര്യം ഞാൻ പറഞ്ഞില്ലേ, സ്നാപ്ഡ്രാഗൺ 8 Gen 2 ആണ് ഇതിനകത്ത് വരുന്ന പ്രോസസ്സർ. ആൻഡ് ഞാൻ ആസ്പാൾട്ട് ട്രൈ ചെയ്തു, കോൾ ഓഫ് ഡ്യൂട്ടി ട്രൈ ചെയ്തു. രണ്ടും കളിക്കുന്ന സമയത്ത് ഹീറ്റിംഗ് എന്ന് പറയുന്ന സാധനമില്ല. ഞാൻ 20% ചാർജിൽ കളിച്ചു നോക്കി, 10% ചാർജിൽ കളിച്ചു നോക്കി, 50%ന് മേളിൽ കളിച്ചു നോക്കി. എങ്ങനെ കളിച്ചു കഴിഞ്ഞാലും ജസ്റ്റ് ഒന്ന് സ്ലൈറ്റായിട്ടൊന്ന് വാം ആവും, അല്ലാതെ വേറെ ഒരു വിഷയമില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊളി സാധനം. ഹീറ്റിംഗ് എന്ന് പറഞ്ഞ സാധനം ഈ ഫോണിൻ്റെ അകത്ത് കാണാനില്ല. അതിരി അടിപൊളിയായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. ക്യാമറയുടെ സാമ്പിൾസ് ഞാൻ ഡ്രൈവിലും അതുപോലെ തന്നെ നമ്മൾ സ്ക്രീനിലും കാണിക്കുന്നുണ്ട്. ഇനി ബാറ്ററിയുടെ കാര്യം അതൊരു ഡീറ്റെയിൽഡ് റിവ്യൂവിൽ മാത്രമേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. ബാറ്ററി എങ്ങനെ ഉണ്ടെന്നുള്ളത് ഇനിഷ്യൽ യൂസിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ എല്ലാ ഫോണും നമുക്ക് ഇനിഷ്യൽ യൂസിൽ ബാറ്ററി നല്ല രീതിക്ക് പെർഫോം ചെയ്യും. അപ്പോൾ ഒരുപാട് ഡേറ്റാസ് വരുന്ന സമയത്താണ് എങ്ങനെ ഇത് പെർഫോം ചെയ്തു, ഒരുപാട് ലെങ്തി വീഡിയോസ് ഒക്കെ എടുക്കുന്ന സമയത്ത് മാത്രമേ നമുക്ക് മനസ്സിലാവുള്ളൂ. അപ്പോൾ ഫൈനലി ഉള്ളൊരു തോട്ട് ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ OnePlus 11 നിങ്ങൾ പർച്ചേസ് ചെയ്യാനായിട്ട് എന്തെങ്കിലും പ്ലാൻ ഉണ്ടെന്നുണ്ടെങ്കിൽ HDFCയുടെ കാർഡിനൊക്കെ നല്ല ഓഫേഴ്സ് ഉണ്ട്. അങ്ങനെയൊക്കെ വാങ്ങാൻ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ മസ്റ്റായിട്ട് വാങ്ങാൻ പറ്റും. ലൈക്ക് നിങ്ങൾക്കിപ്പോൾ കുറേ ഫോണുകൾ കൺസിഡർ ചെയ്യുന്ന സമയത്ത് OnePlus 11 കൺസിഡർ ചെയ്യാൻ പറ്റുന്ന ഒരു ചോയ്സ് ആണെന്ന് ഉറപ്പാണ്. ഇത്രയേ ഉള്ളൂ ഈ ഒരു വീഡിയോ. ലെങ്തി ആയെന്ന് എനിക്കറിയാം, ബട്ട് സ്റ്റിൽ വെർത്ത് ആയിട്ടുള്ളൊരു വീഡിയോ ആയിരിക്കും ഇത്. ഞാൻ പറയുന്നത് OnePlus 6 മുതൽ ഒരു ഫോൺ പോലും വിടാതെ യൂസ് ചെയ്ത ഒരാളെന്ന നിലയ്ക്കാണ്. അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം.